നമ്മളെ ഇന്നലെ താമസിച്ചത് ഇവിടെ ഉണ്ടാ. അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്. ഹായ്, आपका नाम क्या है? आप लोग, आपका नाम क्या है? सागर सरकार. अच्छा अच्छा नाम है. गाँव किधर है? अच्छा 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 अच्छा. നമ്മൾ രാവിലെ എണീച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ ഉണ്ട് കിടന്നുറങ്ങി. ഇതൊരു ക്ലബ്ബാണ് കേട്ടോ. ആ ക്ലബിൻ്റെ അവിടെ നമ്മൾ ടെൻ്റ് അടിച്ച ഒരു ചെറിയ ഷട്ടറാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. അപ്പോഴാണ് ഇവരെ കണ്ടുപിടിയത്. അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തട്ടാ. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിൽ നിൽക്കല്ലേ. ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നത് ഇവിടെ ബംഗാളികളാണ് കൂടുതലുള്ളത്. അതായത് ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ റയാങ് എന്ന ഒരു ട്രൈബ് ഉണ്ട്. പിന്നെ ചക്മാസ് ആണ് കേട്ടോ. അവർ കൂടുതൽ ബോർഡർ ഏരിയ ആ ഭാഗങ്ങളിലേക്കുള്ളതാണ്. ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എല്ലാം ഉണ്ടത് ത്രിപുരയിലാണ്. ത്രിപുരയിൽ മനു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ധോലൈ ഡിസ്ട്രിക്റ്റിൽ മനു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ പയ്യെ ഇറങ്ങി റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലയിടത്തും വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൽ ഇവിടെ മരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വലിയ വെയിലും കാര്യങ്ങളൊന്നും അടിക്കണില്ല കേട്ടോ. കണ്ടില്ലേ, ഇതൊരു ഹൈവേ കേട്ടോ, മെയിൻ റൂട്ടാണ്. പിന്നെ ഇവിടേക്ക് എന്തോ പഴയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് എന്തോ ഗവൺമെൻറ് ഓഫീസ് എന്തോ ആണെന്ന് തോന്നണ്. അവിടെ ഒരാളുണ്ട്, പുള്ളി എന്തോ തുറക്കാൻ പോണെന്ന് തോന്നുന്നു കേട്ടോ. പഴയ ടൈപ്പ് ഒരു ബിൽഡിംഗ് ആണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം എത്ര കുറച്ചൊരു 30 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ അമ്പസ എത്തും. അമ്പസയെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പോകാനുള്ള റൂട്ടും കാര്യങ്ങളും. എന്തായാലും പയ്യെ മുന്നോട്ട് വേണ്ട. പോകണമെങ്കിൽ ഓരോരോ കാഴ്ചകൾ കണ്ടു പോകാം. എന്തോ അഗ്രി സബ് സീഡ് സ്റ്റോറാണ് കേട്ടോ. കണ്ടിട്ട് ഭയങ്കര രീതിയിൽ കാട് പിടിച്ച് പഴകിയിരിക്കണ പോലെ ഉണ്ട് കേട്ടോ. ഇതൊന്നും വൃത്തിയാക്കണല്ലേ അവർ. ഇവിടെ ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റബ്ബർ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. ശരിക്കും നമ്മുടെ കേരളം ഒന്നാണ് റബ്ബറിൻ്റെ ഇതിൽ ഫസ്റ്റ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ത്രിപുര കേട്ടോ. അവിടെ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇഷ്ടംമാതിരി റബ്ബറുകളും കാര്യങ്ങളും വന്ന് ഇവിടെ ഒരുപാട് വെച്ച് പിടിപ്പിച്ച് ഇപ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള റബ്ബർ ബോർഡിൻ്റെയൊക്കെ ഓഫീസുകളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ മലയാളികളാണ് കൂടുതൽ ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ ഓരോരുത്തരും നമ്മളോട് പറയണ ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് വെച്ചാണ് നമ്മൾ ഓരോന്ന് പറഞ്ഞു തന്നെയായിട്ട് ഈ ഒരു വീഡിയോയിൽ. കാലാവസ്ഥ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ബ്രിഡ്ജിൻ്റെ മേലിൽ കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഒരു നദി ഒഴുകണ്ട കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു നദിയുടെ ഒരു മോനോർ നദി എന്നാണെന്ന് പറഞ്ഞ കേട്ടോ. ഹായ് ഭയ്യ, आपका नाम क्या है? बलोच. बलोच, अच्छा नाम है. ये तो ब्रिज का नाम मोनू ब्रिज है ना? മോനു ഹേ. അച്ഛാ, നദിയുടെ പേര് മോനു എന്നാണ് ഈ ഒരു നദിയുടെ പേര്. കണ്ടില്ലേ, ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ് നമുക്ക് പോകാൻ. ഇവിടെ നമ്മൾ നേരെ പോണത് അമ്പസയിലേക്കാണ് കേട്ടോ. അടിപൊളിയല്ലേ ഭയ്യ, ജായക. അച്ഛാ അച്ഛാ, ആളെന്നെ ഒന്ന് ചായ കുടിക്കാണ്ട് ഇൻവൈറ്റ് ചെയ്തേട്ടാ. ഞാൻ ഞാൻ രാവിലെ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത്. നമ്മൾ രാവിലെ ചോറും പരിപ്പ് കറിയൊക്കെ ഉണ്ടായി കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം എന്നെ പുള്ളി വിളിച്ചാണ്ട് പാവം. നമ്മളിങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് വലിയ ആശ്വാസമുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു കടയിലാണ് വന്നത്. ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട് ഇതേപോലെയുള്ള ചെറിയ ചെറിയ കടകൾ, കണ്ടില്ലേ. പക്ഷേ ഇതൊന്നും തുറന്നിട്ടില്ല കേട്ടോ. പാവെടുക്ക. ഹായ്, ഇതാണ് കേട്ടോ നമുക്ക് മേടിച്ചു തന്ന മറ്റേ കേക്ക്, നിംബു പാനി. थैंक यू भैया. ये नींबू पानी है ना? ये हेल्दी के लिए बहुत गर्मी लगता है ना, तो इसलिए हेल्दी के लिए अच्छा है. अच्छा, താങ്ക് യു. നമ്മളെ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. ഹായ്, പിള്ളേരവിടെ ഇപ്പം ഉണ്ട് കേട്ടോ. ഹായ്. ഇതൊക്കെ എനിക്ക് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ടവർ ഹൗസ് എന്തോന്ന് തോന്നുന്നു കേട്ടോ. കണ്ടില്ല, ഇതൊക്കെ ഫുള്ളിങ്ങനെ കമ്പിയിൽ വെച്ച് ചുറ്റി വെച്ചേക്കാനാണ്. പിന്നെ അതിൻ്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ, ഇങ്ങനെ മുള വെച്ചുണ്ടാക്കിയത്. പോണ റൂട്ടൊക്കെ അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് 2 റൂട്ട് വരാം. കാഞ്ചൻപൂരിൽ നിന്ന് നമുക്ക് ഹൈവേ വഴിയും വരാം, പിന്നെ ഇതേപോലെയുള്ള ഉള്ളു റൂട്ട് വഴി വരാം കേട്ടോ. നമ്മളെടുത്തത് ഉള്ളു റൂട്ട് വഴിയാണ് എടുത്തത്. ഇതാകുമ്പോൾ പലയിടത്തും റോഡും കാര്യങ്ങളൊക്കെ മോശമാണെങ്കിലും പിന്നെ ഇതേപോലെയുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ ഒരു ഏരിയയിൽ റോഡൊക്കെ നല്ല റൂട്ടാണ്. ഒരുപാട് കാഴ്ചകൾ കിട്ടും കേട്ടോ. മറ്റേ റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഹൈവേ മാത്രമേ കിട്ടുള്ളൂ.
നമ്മളെ ഇവിടെ ബാത്റൂമിൽ കയറാൻ വേണ്ടി വന്നേട്ടാ, ബക്കറ്റ് ആക്കിയിട്ട് വന്നതാണ്. ഇതുണ്ടല്ലേ, ഇതാണ് ബാത്റൂം ഫെസിലിറ്റീസ് കേട്ടാ. ഈ ഒരു ഇതിൽ ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. കണ്ടില്ലേ, ചെറിയ ഇതിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. ഇതിവിടെയൊക്കെ ചെറിയ ഗ്രാമങ്ങളാണ് കേട്ടാ. നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ വെച്ചിരുന്നത് കേട്ടാ. അതുപോലെ ഇവിടെ ഒന്നും ഒരുപാട് ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. ഇത് കണ്ടില്ല, ഒരുമാതിരി ഫോറസ്റ്റ് ഏരിയയിലാണ്, കാട് പോലത്തെ ഒരു ഏരിയയിലാണ് കേട്ടോ. ഇവരുടെ ചെറിയ ചെറിയ മുളകൾ വെച്ചുണ്ടാക്കിയ വീടുകളും ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും. ഇവിടെ ബാത്റൂമൊക്കെ ആ ഒരു രീതിയിലുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ യൂസ് ചെയ്ത്, കാരണം വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ കുളങ്ങൾ പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ വെള്ളം ഫുള്ള് ഇതായിരിക്കണം കേട്ടോ, കലങ്ങി കിടക്കുന്ന വെള്ളമാണ് ഇത്. പിന്നെ ഒരു ഹൈവേയും കൂടിയാണ് കേട്ടോ, കാരണം 2 റൂട്ട് പോകാം. ഈ റൂട്ട് നേരെയുള്ള അമ്പസയിലേക്കാണ്. പിന്നെ നമ്മൾ കാഞ്ചൻപൂരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വേറൊരു റൂട്ട് കാണിച്ച്, അതും ഹൈവേ കേട്ടോ. ഈ റൂട്ടിലൊക്കെ കണ്ടില്ലേ, ഇതേപോലെ തന്നെ വലിയ വലിയ വണ്ടികളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ. കാരണം 2 റൂട്ടുള്ളതുകൊണ്ട് നല്ലതാണ്. ഒന്നാമത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്ക് കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു റൂട്ട് നമ്മൾ എടുക്കാൻ കാരണം അതിൽ ഇങ്ങനെയുള്ളൊരു ആംബിയൻസിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാൻ വേറെ തന്നെ ഫീലല്ല. മറ്റേത് വണ്ടിയുടെ സൗണ്ട് മാത്രം, വേറെ കാഴ്ചകൾ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകണ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതാകുമ്പം കട്ടിപൊളിയാണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകാട്ടോ. പിന്നെ അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ കാഴ്ചകളും എന്തെങ്കിലും കൗതുകപരമായിട്ടുള്ള എന്തെങ്കിലും കാണാൻ പറ്റും ഈ റൂട്ടിൽ. അപ്പോൾ നമ്മൾ അതൊക്കെ പ്രതീക്ഷയൊക്കെയാണ് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പം നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടാ. സീനാണ്, ഞാൻ പറഞ്ഞില്ലേ, വെയിൽ വന്നതിന് ആകെപ്പെട്ടു കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ടയേർഡാണ്ട്. എന്തെങ്കിലും രീതിയിൽ ഇതേപോലെ ചെറിയ തണൽ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുക കേട്ടോ. ചില സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ തണൽ കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ 14 കിലോമീറ്റർ ഡാംബസയിലേക്ക് കേട്ടോ. മേലൊക്കെ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു തെങ്ങ് വയ്ക്കാണ്ടില്ലേ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് തെങ്ങ് കാണുന്നത്. മുമ്പ് കണ്ട പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംമാതിരി റബ്ബറുണ്ട് കേട്ടോ ഇവിടെ. അതായത് ഈ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയാണ് കൂടുതലും റബ്ബർ കാര്യങ്ങളൊക്കെ വന്നത്. അവസാനം ഇങ്ങനെ വെച്ച് ഇവിടെ ഫുള്ള് റബ്ബറും കൃഷിയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ പോണൊക്കെ കാണാൻ പറ്റും. ഇവിടെയൊന്നും ഇല്ല കേട്ടോ, ഈ ഒരു പരിസരത്തൊന്നും നമ്മൾ കണ്ടില്ല. നമ്മൾ വന്നോയ്ക്ക് ഒരു മഴയില്ല കേട്ടോ. അപ്പോൾ അത് ഇവിടെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ കയറിയതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിതേ വണ്ടി കയറി പോണേണ്ടോ. അല്ലേ, അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ പെട്ടു പോകുന്ന വിചാരിച്ചു. ഭാഗ്യത്തിന് വേണ്ട ഒരു ഇത് കിട്ടി. ഇതൊരു പോലീസ് ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. കണ്ടില്ലേ, ഈ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ് കേട്ടോ. നമ്മൾ പോകുന്നത് അമ്പസയിലേക്കാണ്. എനിക്ക് തോന്നുന്നത് ഒരു 7-8 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അമ്പസയിലേക്ക്. മഴയുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് വന്നേക്ക് നല്ല രീതിയിൽ പെട്ടു പോകണം. പക്ഷേ ഭാഗ്യത്തിന് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ മഴ ഒന്ന് പെയ്തത്. അല്ലെങ്കിൽ പെട്ടു പോയിരുന്നത്. എവിടെയും കയറിക്കാൻ സ്ഥലം ഉണ്ടാകുന്നില്ല. നമ്മൾ വന്ന റൂട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടുന്ന് പയ്യൊക്കെ ഏറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ സഞ്ചരിക്കാൻ റൂട്ട് പോയി അടിപൊളിയല്ലേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹൈവേയും കൂടി ഉണ്ട്. ഒരുപാട് ട്രക്കുകളൊക്കെ പോകുന്നുണ്ട് ഈ റൂട്ടിൽ. ഈ എനിക്ക് തോന്നണത് അഗർത്തല അമ്പസയിലേക്ക് പോകണേന്ന് തോന്നിട്ടാ ലോഡായിട്ട്. നമ്മളിങ്ങനെ വന്നോയ്ക്ക് ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബാത്റൂമിൽ കയറാണ്ട് വന്നാണ്. ഇവിടെ നമുക്ക് വെള്ളവും ബിസ്ക്കറ്റൊക്കെ തന്നിട്ടാ. भैया हाय आपका नाम क्या है भैया? नीलमोहन मलाकर. अच्छा, आपका घर इधर है ना? अच्छा, आളുടെ വീടാണ് നമ്മുടെ വീടാണ് ബാത്റൂമിൽ കയറിയത്. भैया താങ്ക് യു, ശുക്രിയ. ഇത്ര നേരം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴത്തേക്കും നല്ല വെയിലും കാര്യങ്ങളും വന്നു. ഇപ്പോൾ ചെറിയ രീതി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടിരിക്കണായിരുന്നു കേട്ടോ. ഇതൊരു ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കഴിക്കാൻ വേറൊന്നുമില്ല കേട്ടോ. പുള്ളി എനിക്ക് എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചൊന്നുമില്ല, എനിക്ക് കഴിച്ചോന്ന് പറഞ്ഞു. നമ്മളെ പുള്ളിനോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതെന്ത് ഗവൺമെൻറ് അമ്പസ കോൾഡ് സ്റ്റോറേജ് ആണ് ഈ കാണുന്നത്. പുള്ളി ഒരു അടിപൊളി മനസ്സിലായിട്ടോ. കുറേ നേരം വർത്താനം പറഞ്ഞത്. ഇവിടെ ആന ഉണ്ട് കേട്ടോ. ആനപ്പാപ്പാൻ ഇങ്ങനെ ചാവിടിക്കാണ്ട് വന്ന് നിർത്തിയിട്ടേക്കണേന്ന് തോന്നുന്നു. നമ്മളെ പോണോയ്ക്ക് ഒരു കടക്കാരൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്തട്ടാ. അപ്പോൾ ഇതൊരു സ്വീറ്റ്സിൻ്റെ കടയാണ്. അപ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളവും കാര്യങ്ങളൊക്കെ തന്നിട്ടാ. ഹായ്, आपका नाम क्या है भैया? अभिजीत. अच्छा, ये आपका दुकान है ना? ये तो पूरा स्वीट्स का है ना? अच्छा अच्छा अच्छा. കാണുന്നത് ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ജിലേബി ഒരുപാട് സംഭവമുണ്ട്. പിന്നെ ഇവിടെ എന്തോ റൊട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോണോയ്ക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാ പുള്ളി.
അപ്പം നമ്മളെ ഇവിടെ ഒരു കടയിൽ അരിയും സാധനങ്ങളും മേടിക്കാണ്ട് വന്നേട്ടാ. ഹായ് हाय नमस्ते. आप लोग का नाम क्या है दीदी? शिक्ता बीज. आपका नाम क्या है? अंकिता. ये आपका दुकान है ना? अच्छा अच्छा अच्छा. तो दीदी चावल मैं भी गाना गाती हूँ. अच्छा गाना मुझे पसंद है. यूट्यूब मेरा लड़का भी करती थी, अभी बंद कर दिया. क्या हो गया? वो अभी क्या है ना, नौकरी करता है. अच्छा 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 अच्छा. നമ്മളെ അരി മേടിക്കണം. അരി നമ്മുടെ നാട്ടിലെ അരിയാന്ന് തോന്നുന്നുട്ടോ. चावल लेना है. എന്തായാലും ഒരു അരി മേടിക്കണം. എൻ്റെ സൈക്കിള് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ സൈക്കിളാണ് ഇരിക്കണം കേട്ടോ. അരി മേടിക്കണം, പരിപ്പ് മേടിക്കണം, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.